നെൽകൃഷിയിൽ നൂറുമേനി വിളവ് കൊയ്ത് ഗ്രീൻ പിണ്ടിമന കർഷക കൂട്ടായ്മ പ്രതികൂല കാലാവസ്ഥയിലും പക്ഷിമൃഗാദികളുടെ ശല്യവും തൊഴിലാളിക്ഷാമവും അതിജീവിച്ച് കൂട്ടായ്മയിലെ അംഗങ്ങൾ ഒറ്റക്കെട്ടായി നേടിയ ഈ വിജയം അഭിനന്ദനം അർഹിക്കുന്ന ഒന്നാണ്. നെൽകൃഷിയുടെ വിളവെടുപ്പ് ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. വിവിധ തൊഴിൽ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർ ചേർന്ന് രൂപീകരിച്ച ഗ്രീൻ പിണ്ടിമന കർഷക കൂട്ടായ്മ പിണ്ടിമന ചെറായിപ്പാടത്ത് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പാണ് നടന്നത്. ഗ്രീൻ പിണ്ടിമന കർഷക കൂട്ടായ്മയിലെ അംഗങ്ങളായ ബെന്നി പുതുക്കയിൽ, എൽദോസ് കറിയ തുടുമ്മേൽ, എൽദോസ് പുന്നയ്ക്കൽ, MS ജോർജ്, ഏലിയാസ് KK എന്നിവരാണ് നെൽകൃഷി ചെയ്തത്. പ്രതികൂല കാലാവസ്ഥയിലും പക്ഷിമൃഗാദികളുടെ ശല്യവും തൊഴിലാളിക്ഷാമവും അതിജീവിച്ച് നെൽകൃഷിയിൽ നല്ല വിളവ് നേടിയെടുക്കാൻ ഗ്രീൻ കൂട്ടായ്മയ്ക്ക് സാധിച്ചു. പിണ്ടിമന ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജെസി സാജുവിന്റെ അധ്യക്ഷതയിൽ വിളവെടുപ്പ് ഉദ്ഘാടനം കോതമംഗലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് നിർവഹിച്ചു. തരിശുരഹിത ഗ്രാമപഞ്ചായത്ത് എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് പിണ്ടിമന ഗ്രാമപഞ്ചായത്തിൽ ഗ്രീൻ കർഷക കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ ഇന്നിവിടെ 5 ഏക്കറോളം സ്ഥലത്ത് ഇവിടെ നെൽവിത്ത് വിതച്ചും അതോടൊപ്പം തന്നെ കൊയ്ത്തുത്സവവും ഇവിടെ നടത്തിയിട്ടുള്ളത്. നമ്മുടെ പ്രദേശങ്ങളിലൊക്കെ നമുക്ക് ആവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളെയും ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത വരുത്തുക എന്നുള്ളതാണ് ത്രിതല പഞ്ചായത്തുകളുടെ ലക്ഷ്യം. പിണ്ടിമന ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അനവധിയായ ഇത്തരത്തിലുള്ള പാടശേഖരങ്ങൾ കൃഷി ചെയ്തുകൊണ്ട് ഇപ്പോൾ കൊയ്ത്തുത്സവം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കാവശ്യമായ മുഴുവൻ ഉൽപ്പന്നങ്ങളും ഉൽപ്പാദിപ്പിച്ച് സ്വയം പര്യാപ്തത നേടുകയാണ് ലക്ഷ്യമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. വളരെയധികം പ്രത്യേകതയുള്ള ഒരു സ്ഥലം കൂടിയാണിത്. കാരണം കുറച്ച് വർഷങ്ങൾ ഇതിൻ്റെ പകുതി പാടം, അതായത് 2 ഏക്കറോളം സ്ഥലം കൃഷി ചെയ്യാതിരുന്ന സ്ഥലം കൂടിയായിരുന്നതുകൊണ്ട് തരിശു നിലത്തിനുള്ള സബ്സിഡി കൂടി ഇവർക്ക് കൊടുക്കുകയുണ്ടായി. മൊത്തം 4 ഏക്കർ സ്ഥലത്ത് 2 ഏക്കർ തരിശും ബാക്കി കഴിഞ്ഞ വർഷം കൃഷി ചെയ്തിരുന്ന പാടശേഖരമായിരുന്നു. വളരെ നല്ല രീതിയിൽ അവർ ഇത് ഏറ്റെടുക്കുകയും നല്ല രീതിയിൽ തന്നെ കൃഷി ഇറക്കുകയും ചെയ്യുകയുണ്ടായി. കൃഷിക്കാവശ്യമായ സബ്സിഡിയും വിത്തും നൽകാനുള്ള നടപടി സ്വീകരിച്ചുവെന്ന് കൃഷി ഓഫീസർ ഷൈല CM പറഞ്ഞു. വിഷരഹിത ഉൽപാദനമാണ് ലക്ഷ്യമിടുന്നതെന്നും കൃഷി തുടരുമെന്നും കർഷക കൂട്ടായ്മയിലെ എൽദോസ് പറഞ്ഞു. ഗ്രീൻ പിണ്ടിമന എന്ന ഒരു കർഷക കൂട്ടായ്മയായിട്ടാണ് തുടങ്ങിയിരിക്കുന്നത്. വിഷരഹിതമായ നെല്ല് ഉൽപ്പാദിപ്പിച്ച് അതിൽ നിന്ന് നമ്മൾക്ക് ആവശ്യത്തിനുള്ള ഭക്ഷണ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ള ഉദ്ദേശവും. കൃഷി വീണ്ടും തുടർന്നു പോകാനായിട്ടാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഇതിൻ്റെ ഉടമസ്ഥരായി ചെറായി ഈ പാടശേഖരത്തിൻ്റെ ഉടമസ്ഥർ ഞങ്ങൾക്ക് അടുത്ത തവണ തരാം എന്ന് പറഞ്ഞിട്ടുണ്ട്. മുന്നോട്ട് അതുപോലെ തന്നെ വേറെ സ്ഥലങ്ങൾ ഞങ്ങൾ നോക്കിയിട്ടുണ്ട്. അങ്ങനെ മുന്നോട്ട് പോകാൻ തന്നെയാണ് ഞങ്ങളുടെ ഉദ്ദേശം. ന്യൂസ് ബ്യൂറോ കോതമംഗലം. റിങ്ങുകൾ 1 ഗ്രാമിൽ തുടങ്ങുന്ന മാലകൾ, നെക്ലസുകൾ 9,000 രൂപ മുതൽ ഡയമണ്ട് നെക്ലസുകൾ 1 ലക്ഷം മുതൽ ആരംഭിക്കുന്ന വെഡിംഗ് സെറ്റുകൾ, കൂടാതെ നിങ്ങളുടെ പഴയ സ്വർണത്തിന് ഏറ്റവും ഉയർന്ന മൂല്യവും മഹാരാജ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്